UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പോരായ്മകളുണ്ടെന്ന ആക്ഷേപമുയർന്ന തിരുവനന്തപുരത്ത് പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങൾ സജീവമായി. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ ഫലം കണ്ടതായാണ് സൂചന. പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ KPCC അധ്യക്ഷൻ ഇന്ന് മണ്ഡലത്തിലെത്തും. തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ സജീവമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പോരായ്മകളുണ്ടെന്ന് പരാതി ഉയർന്ന തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട കുര്യാത്തിയിലെ പ്രാദേശിക പ്രവർത്തകരാണിവർ. നേതൃതലത്തിലെടുത്ത പരിഹാര നടപടികൾ ഫലം കണ്ടെന്നാണ് പ്രാദേശിക തലത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ 2 ദിവസമായി വളരെ ഊർജ്ജസ്വലമായി ഈ പാർലമെന്റ് നിയോജകമണ്ഡലം ആകെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് തിരുവനന്തപുരം അസംബ്ലി നിയോജകമണ്ഡലത്തിലും പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട് വരികയാണ്. നാളത്തോടുകൂടി എല്ലാ അർത്ഥത്തിലും പരിപൂർണമായും ഡോക്ടർ ശശി തരൂരിനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടും. പോസ്റ്റർ പതിക്കൽ ഉൾപ്പെടെ പ്രചരണങ്ങളും വ്യാപകമായി തുടങ്ങി. ഇന്ന് തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റ് തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായ പേട്ടയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും വിലയിരുത്തും. നിയമമണ്ഡലത്തിലും പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. ബൂത്തുതല കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് വിലയിരുത്തലുകളും നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയിൽ നിന്ന് വരെ പരാതി വന്നതിനെ തുടർന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മേൽനോട്ട ചുമതല നൽകി തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തിരുന്നു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.